കോട്ടയത്ത് ബഫർ സോണിനെതിരെ സമരം നടത്തിയവർ നിയമക്കുരുക്കിൽ. എരുമേലി പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം 63 പേരാണ് നിയമ നടപടികൾ നേരിടുന്നത്. കേസ് പിൻവലിക്കുമെന്ന് സമരം ഒത്തുതീർപ്പാക്കുന്ന വേളയിൽ സർക്കാർ ഉറപ്പു നൽകിയെങ്കിലും 1 വർഷം പിന്നിട്ടിട്ടും അനുകൂല നടപടികൾ ഉണ്ടായിട്ടില്ല. ബഫർ സോണിൽ ഉൾപ്പെട്ട ജനവാസ മേഖലകളെ ഒഴിവാക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കുമ്പോഴാണ് അതേ ആവശ്യത്തിനു വേണ്ടി സമരം ചെയ്ത ആളുകൾക്കെതിരെ ഇപ്പോൾ കേസ് നടപടികൾ തുടരുന്നത്. എരുമേലി പഞ്ചായത്തിലെ ഏഞ്ചൽ വാലി, പമ്പ വാലി മേഖലകളിലാണ് ബഫർ സോൺ വിഷയത്തിൽ വലിയ പ്രതിഷേധമുയർന്നത്. ജനവാസ മേഖലയായിട്ടും വനമേഖലയായി പ്രദേശത്തെ രേഖപ്പെടുത്തിയതോടെയാണ് വൻ പ്രതിഷേധം അരങ്ങേറിയത്. നാട്ടുകാർ സംഘടിച്ച് വനം വകുപ്പ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഈ സംഭവത്തിലാണ് പോലീസ് കണ്ടാൽ അറിയാവുന്നവർക്കെതിരെ കേസെടുത്തത്. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് സർക്കാർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചു. സഭാ നേതൃത്വവുമായി ചർച്ച നടത്തിയ സർക്കാർ കേസ് പിൻവലിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കാമെന്നും പറഞ്ഞു. എന്നാൽ നാളിതുവരെ ഒരു നടപടിയും ഉണ്ടായില്ല. ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരങ്ങളിലേക്ക് പോയത്. ഈ 63 പേരുടെ കേസ് എന്ന് പറയുന്ന 63 അല്ല, ഞങ്ങൾ 10, 500ഓളം 1000ഓളം ആളുകളുണ്ടായിരുന്നു. 63 പേരെ തെരഞ്ഞുപിടിച്ച് അവർ കേസെഴുതി എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇത് തിരിച്ചും അധാർമികമായ ഒരു നടപടിയാണ്. കാരണം ജനകീയ ആവശ്യങ്ങൾക്ക്, ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പൊതുവായ ആളുകൾ ഇറങ്ങുമ്പോൾ അതിനെല്ലാം കേസെടുത്ത് അമർച്ച ചെയ്യാം എന്നുള്ളതാണ് ഒരു ഉദ്ദേശം എന്ന് എനിക്ക് തോന്നുന്നു. ഇതിനുവേണ്ടി വിവരാവകാശം വെച്ച് അന്വേഷിച്ചപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നു. നിയമവശം പഠിക്കും. എന്തോ നിയമവശം പഠിക്കാനാണ്? ഇത് കേന്ദ്രത്തിൽ കൊടുത്താൽ അന്നേരം ആക്കി തരുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. കാരണം ഞങ്ങൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയെ പോയി നേരിട്ട് കണ്ടപ്പോൾ പറഞ്ഞ് കേരളത്തിൽ നിന്ന് ശുപാർശ വരട്ടെ, ഞങ്ങൾ അംഗീകരിക്കാമെന്ന്. ഒരു ശുപാർശ ചെല്ലണ്ടേ? എന്തിനാണ് താമസിപ്പിച്ചതെന്ന് നമുക്കറിയില്ല. ഇപ്പൊ കൊടുത്തിട്ടുണ്ട്, ഇനി കേന്ദ്രം അത് അംഗീകരിക്കും നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയാകുമ്പോൾ ഞങ്ങൾ PTR ഒഴിവാക്കപ്പെടും. കേസിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പലതവണ സർക്കാരിനോട് ഇവർ ആവശ്യപ്പെട്ടതാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് വനം മന്ത്രിയെ നേരിട്ട് കണ്ട് കാര്യം ബോധിപ്പിക്കുകയും ചെയ്തു. എന്നിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. അല്ല, മന്ത്രി ആ വൈൽഡ് ബോർഡിന്റെ 25-ാം തീയതി കൊടുത്തെന്നുള്ള ഒരു പേപ്പർ എന്നെ കാണിച്ചു. പക്ഷെങ്കിൽ ഇത് ഇത്രയും താമസിപ്പിക്കേണ്ട ഒരു കാര്യമുള്ളതല്ല. ഇതിപ്പോൾ ഇവിടെ 5000-ഓളം കുടുംബങ്ങളുള്ള ഒരു മേഖല, 2 വാർഡ്, എരുമേലി പഞ്ചായത്തിന്റെ 2 വാർഡ് ജനവാസ മേഖലയുള്ള ഇവിടെ എല്ലാ നാട്ടിലും ഉള്ളതുപോലെ തന്നെ ഇവിടെ സ്കൂള്, റേഷൻ കട, അംഗൻവാടികൾ, എല്ലാം ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇത് കൊടുത്തില്ല? എന്തുകൊണ്ട് ഞങ്ങളെ മാറ്റുന്നില്ല? ഞങ്ങൾ മനുഷ്യരല്ലേ, അതോ ഞങ്ങൾ വന്യജീവിയാണോ എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. നിലവിൽ കോടതിയിലുള്ള കേസിൽ വിചാരണ പുരോഗമിക്കുകയാണ്. PDPP അടക്കമുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. വീടും പുരയിടവും നഷ്ടപ്പെടുമോ എന്നതിനൊപ്പം കോടതികൾ കയറിയിറങ്ങേണ്ടി വരുന്നതും വലിയ ദുരിതമാണ് ഇവർക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ അടിയന്തരമായി ഇടപെടൽ നടത്തി പ്രശ്നം പരിഹരിക്കണമെന്നാണ് ആവശ്യം. കോട്ടയത്ത് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. ബഫർ സോണിനെതിരെ സമരം ചെയ്ത രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ കണ്ണടച്ച സർക്കാർ നാട്ടുകാർക്കെതിരെ മാത്രം കേസെടുത്തു എന്നുള്ള വിമർശനം, പരാതി സജീവമായി നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. സർക്കാരിന്റെ ഇരട്ടത്താപ്പ് ചോദ്യം ചെയ്യുകയാണ് അവർ. കേൾക്കാം ചില പ്രതികരണങ്ങൾ. ജനത്തിന്റെ പൊതുവായ ആവശ്യത്തിന് വേണ്ടി സമരം ചെയ്തതിനാണ് ഇപ്പോൾ കോടതിയിൽ അവർ പണം കെട്ടിവെച്ച് ജാമ്യം എടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ എത്തിയിരിക്കുന്നത്. സർക്കാരിനോട് നിരന്തരമായിട്ട് ഈ വിഭാഗം ജനങ്ങൾ, അല്ലെങ്കിൽ സമരത്തിൻ്റെ മുന്നിലിറങ്ങിയ ജനങ്ങൾക്കെതിരെ കേസെടുത്തപ്പോൾ സർക്കാരിനോട് വീണ്ടും ഇവർ ആവശ്യപ്പെടുകയുണ്ടായി. ഞങ്ങൾക്കെതിരെയുള്ള കേസ് പിൻവലിക്കണമെന്ന് അവർ നിരന്തരം ആവശ്യപ്പെട്ടെങ്കിൽ പോലും ഇന്നും നാളിതുവരെ ഈ കേസ് പിൻവലിച്ചിട്ടില്ല എന്നുള്ള വസ്തുതയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വളരെ സമാധാനപരമായി ന്യായയുക്തമായ ഒരു സമരം നടത്തിയ ഒരു സമര രീതിയെ, സമരങ്ങളിലൂടെ അധികാരത്തിലേറിയ ഒരു സർക്കാർ പ്രസ്തുത സമരത്തെ പുച്ഛിക്കുകയും തള്ളിക്കളയുകയും ചെയ്തുകൊണ്ട് ഇത്രയും പേരുടെ പേരിൽ കേസെടുത്തിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ എത്രയും പെട്ടെന്ന് സർക്കാർ അവസാനിപ്പിക്കേണ്ടതാണ്.